സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 6ന്റെ ചരിത്രത്തിൽ നാളെ TRP എന്ന് പറയുന്ന ഒരു സംഭവമില്ല, അങ്ങ് ഉയർന്നു പൊങ്ങാൻ വേണ്ടി പോവുകയാണ്. വേറെ ഒന്നുമല്ല, അതായത് നമ്മുടെ ചരിത്ര പുരുഷൻ, നമ്മുടെ ജിൻഡോപ്പൻ്റെ അല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസിലെ സൂപ്പർ സ്റ്റാർ, ഇല്ലെങ്കിൽ നമ്മുടെ ഒരേ ഒരു രാജാവിൻ്റെ അമ്മയും അച്ഛനുമാണ് നാളെ ഇവിടെ കയറാൻ പോകുന്നത്. നാളെ ബിഗ് ബോസ് ഹൗസ് ഒന്ന് കുലുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കേരളത്തിലെ എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരേ ഒരു മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻഡോപ്പൻ്റെ അച്ഛനെയും അമ്മയും കാണുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഇന്ന് ശരിക്കും പറഞ്ഞ പ്രൊമോ വന്നില്ലേ, നിമിഷ നേരം കൊണ്ട് മില്യൺ കണക്കിന് വ്യൂസ് വന്നു പോയിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മത്സരാർത്ഥിക്ക് പോലും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ഇന്നലെ ഇത് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷത്തെ മാരാറുടെ ഫാമിലി തൂക്കിയതിലും കൂടുതൽ ആൾക്കാർ ഈ ഒരു പ്രൊമോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ഈ ഒരു എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയായാലും നാളത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഒരു വ്യൂസാണ് കിട്ടാൻ പോകുന്നത്. അതായത് ജിൻഡപ്പൻ എന്ന് പറയുന്ന ഒരേ ഒരു രാജാവ്, ബിഗ് ബോസിലെ ഒരേ ഒരു രാജാവ്, ഇതുവരെ ഈ ഇത്രയും അതായത് 10-65 ദിവസത്തിൻ്റെ ഇടയിൽ ആകെ ബിഗ് ബോസിൽ ഒറ്റയ്ക്ക് വഴിതെളിച്ച് വന്നവനാടാ ഞാൻ എന്ന് പറയാൻ കെൽപ്പുള്ള ഒരേ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിൻഡപ്പൻ മാത്രമാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, വേറെ ആരുണ്ട് അവിടെ? ഒറ്റയ്ക്ക് വന്ന ആരുണ്ട് അവിടെ? എല്ലാവന്മാരും വന്നിരിക്കുന്നത് ഓരോ ആൾക്കാരെയും കൂട്ടിയിട്ടാണ്, അതുപോലെ തന്നെ ഓരോ ഗെയിം പ്ലാനും കൊണ്ടാണ്, കുറേ ആൾക്കാരെ ചേർത്ത് പിടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കാമുകന്മാരായിട്ട് കെട്ടിമറിഞ്ഞ് കിടന്നു കുറേ എണ്ണം. അതുപോലെ തന്നെ ഓരോന്ന് പിന്നെ രാത്രി നൈറ്റ് ഡ്യൂട്ടിയിൽ സംസാരിക്കൽ തുടങ്ങി. ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജിൻഡപ്പൻ മാത്രമാണ് അവിടെ ഒറ്റയ്ക്ക് വഴിതെളിച്ച് വന്നവൻ. ജിൻഡപ്പന് ആരുമില്ല, മുൻപുമില്ല പിൻപുമില്ല. അതായത് ജിൻഡപ്പൻ്റെ കൂടെയുള്ളത് ജനങ്ങൾ മാത്രമാണ്. ജിൻഡപ്പനെ വിശ്വസിച്ച് വിട്ട ഒരുപാട് ജനങ്ങൾ മാത്രം. ജിൻഡപ്പൻ അതേപോലെ അവിടെ നിൽക്കുന്നുണ്ട്. പല പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാവരും അവഗണിക്കുന്ന ഘട്ടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ അമ്മയും അച്ഛനും അവിടുന്ന് കണ്ണീര് വാർത്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ മകനെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ അവിടെ ഓരോരോ ആൾക്കാർ പറഞ്ഞു നടക്കുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള ചതികൾ ഉണ്ടാകുമെന്ന് നമ്മളെല്ലാവരും ഭയപ്പെട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡപ്പനെതിരെ എന്തെങ്കിലും ഒരു ചതി നടക്കും, അത് നമ്മളൊന്നും കാണുകയില്ല. ഇവരൊക്കെ അതിനു വേണ്ടിയിട്ട് തക്കം പാർത്ത് നടക്കുന്നവരാണ്. എന്തെങ്കിലും ഒരു ചതി നടക്കുമെന്ന് പേടിച്ചിരുന്ന അതൊക്കെ നമുക്കിപ്പോൾ ആശ്വാസമായിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചതി നടത്താനുള്ള ആൾക്കാരൊക്കെ പുറത്തായിരിക്കുകയാണ്. അതുകൊണ്ട് വലിയൊരു ആശ്വാസമുണ്ട്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആ ഒരു 2 ആഴ്ച ഉണ്ടല്ലോ, ആ 2 ആഴ്ച ശരിക്കും നല്ല രീതിയിൽ പേടിച്ചിരുന്നു എല്ലാവരും. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ജിൻഡപ്പൻ്റെ വായിൽ നിന്നും വീഴാനോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് ഒരു വെറുതെ അതിലൂടെ പോകുമ്പോൾ ഒന്ന് തടഞ്ഞു കെട്ടി വീണ് കഴിഞ്ഞിട്ട് ആരുടെയെങ്കിലും ദേഹത്ത് തൊട്ടാൽ വരെ അതൊരു വലിയൊരു പ്രശ്നമാക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന കുറേ കഴുകന്മാരുണ്ട് ആ ഒരു വീട്ടിലായിരുന്നു. ആ കഴുകന്മാരെല്ലാം ഇന്ന് കുറേ എണ്ണം കൂടൊഴിഞ്ഞു പോയി. പിന്നെ കുറേ എണ്ണത്തിനൊക്കെ പ്രേക്ഷകരെന്നെ ആട്ടി ഓടിച്ച്. അതുകൊണ്ട് അങ്ങനെയുള്ള ടീമുകളൊക്കെ വെളിയിലായതുകൊണ്ട് വലിയൊരു സമാധാനമുണ്ട്. ഇനിയുണ്ട്, എന്നാലും അത്ര വലുതൊന്നുമില്ല. അതായത് ഇനി അത്ര വലിയ കഴുകവും കുഞ്ഞുങ്ങളൊന്നുമില്ല. കാരണം ഇനി ജിൻഡപ്പനോട് നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴുകന്മാരൊന്നും അവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ എല്ലാം ഇനി ഒതുക്കി അടക്കി അവിടെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പ്രേക്ഷകർക്ക് ഇപ്പോൾ ജിൻഡപ്പൻ ആരാണെന്ന് മനസ്സിലായി. അതായത് ആരാന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇനി ഇപ്പോഴും എന്ന് പറയുന്നത്, ഇനി അവന്മാർ എന്ത് കളി കളിച്ചു കഴിഞ്ഞാലും ജിൻഡപ്പനെ നെഗറ്റീവ് ആക്കാം, ഇല്ലെങ്കിൽ ജിൻഡപ്പനെ അങ്ങനെ പറയാം ഇങ്ങനെ പറയാം, ഒന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാം ഇനി നനഞ്ഞ പടകം പോലെ ആയിപ്പോയി. ഈ ജിൻഡപ്പനെ കത്തിക്കാമെന്ന് വരുത്തേണ്ടേനും തീപ്പെട്ടി സിജോ. ആ തീപ്പെട്ടി ഇപ്പം വെള്ളത്തിൽ വീണിട്ട് അതിങ്ങനെ എന്നാ പറയേണ്ടത്, കത്തുന്നുമില്ല. സിജോക്കാണെങ്കിൽ ഇപ്പം കത്തിക്കാനും കഴിയുന്നില്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇനി ജിൻഡപ്പനെതിരെ തലയാരും പൊക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി പിന്നെ ഏഷ്യാനെറ്റങ്ങാറ്റോ വിടപെടണം. അതായത് ഈ ജിൻഡപ്പന് ട്രോഫി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ക്രൂ മെമ്പേഴ്സ് മൊത്തത്തിൽ, അതായത് ചാനൽ തന്നെ ഇടപെട്ടിട്ട് ചിലപ്പോൾ കൊടുക്കൂല. അങ്ങനെ മാത്രമേ വരാനുള്ളൂ. അല്ലാതെ ഒരു തരത്തിലും ജനങ്ങളെടുക്കുന്ന ജിൻഡപ്പൻ്റെ ഫെയിം പോകാനോ ഇല്ലെങ്കിൽ ജിൻഡപ്പന് മോശമായ രീതിയിൽ വരാനോ ഒന്നും സംഭവിക്കൂല എന്നുള്ളതാണ്. അത് ഉറപ്പ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രമോല് കാണിച്ചിരിക്കുന്നത് സ്റ്റോർ വഴി ജിൻഡപ്പൻ്റെ അമ്മയും അച്ഛനും വരുന്ന ഒരു രംഗമാണ്. നന്ദനയാണ് പോയി നോക്കുന്നത്. എന്തൊക്കെയായാലും മലയാളികൾ ഇവരെ കാണാനാണ് കാത്തിരുന്നത്. ഇവരുടെ വാക്കാണ് മലയാളികൾ കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നത്. കാരണം ഈ അമ്മയും അച്ഛനും ഒരുപാട് സഹിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇത്രയും ഭയങ്കരമായിട്ട് ഇവിടുന്ന് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മയും അച്ഛനും എത്രമാത്രം ടെൻഷൻ അടിച്ചിട്ടുണ്ടാകാം. അവർ വീട്ടിൽ കിടന്നിട്ട് ഓരോ ടെൻഷൻ അവർക്കും ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ മകനെ പറ്റി എന്താണ് പറയുക എന്നുള്ള
അതുപോലെ തന്നെ ജിൻ്റപ്പനെ മോശക്കാരനാക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ പറ്റി അറിയാവുന്ന ആൾക്കാരോട് മൊത്തം ചോദിക്കുന്ന ചില ആൾക്കാർ എന്തെങ്കിലും ഒരു മോശ സ്വഭാവം കിട്ടുമോ എന്ന് കരുതിയിട്ട്, പക്ഷേ ഒരാൾക്ക് പോലും ഒന്നും കിട്ടുന്നില്ല. എന്നിട്ടും ചില ആൾക്കാർ നുണകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ജിൻ്റപ്പൻ അങ്ങനെയാണ്, ജിൻ്റപ്പൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതൊക്കെ നനഞ്ഞ പടകമായി പോയി എന്നുള്ളതാണ്. ഒരാൾ പോലും വിശ്വസിച്ചിട്ടില്ല. ചില ടീമുകൾ, ചില കുഞ്ഞമ്മമാരൊക്കെ വന്നിട്ട് മറ്റേ ഫേസ്ബുക്കിലൊക്കെ ജിൻ്റപ്പനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് എഴുതിയിട്ടും കൂടി ഒരു ഗുണവും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരു ഗുണവും ഉണ്ടായില്ല. കാരണം എന്താ? ജിൻ്റപ്പൻ ജനങ്ങളുടെ മനസ്സിലേക്ക് അങ്ങ് കയറിയിരിക്കുമല്ലേ. ഇനി എന്തിനാണ് പിന്നെ ഇനിയിപ്പോൾ ഇവന്മാരൊക്കെ പറഞ്ഞിട്ട് വേണം നമുക്ക് ജിൻ്റപ്പനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ 10-65 ദിവസമായിട്ട് ഇവിടെ കാണുമല്ലേ ആ മനുഷ്യൻ്റെ ഗെയിം എന്താണ്, ആ മനുഷ്യൻ എങ്ങനെയാണ് കളിക്കുന്നത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ കരിഞ്ഞ് പിന്നെ കറുത്ത നിറത്തെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ ആളുടെ സ്വഭാവമൊക്കെ നമുക്ക് ഏകദേശം അറിയാം. ആളിപ്പോൾ എവിടെ കിടക്കുന്നത്, അതായത് ജിൻ്റപ്പൻ ഇപ്പോൾ എവിടെ കിടക്കുന്നത്, ആൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ചില ടീമിനൊക്കെ ഏകദേശം മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ ഒരേ ഒരു രാജാവ് ജിൻ്റപ്പനാണ് എന്നുള്ള ഒരു ചെറിയൊരു വിവരമൊക്കെ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്സരയും അതുപോലെ തന്നെ ജാസ്മിനൊക്കെ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഗബ്രി അവിടെ എവിടെയോ റൂമിലുണ്ട്, എപ്പോഴെങ്കിലും ഒന്ന് അകത്ത് കയറും എന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഈ അപ്സര അത് പറയുകയും ചെയ്തു. കാരണം ജിൻ്റപ്പനാണ് പോണ്ടവൻ, ജിൻ്റപ്പനല്ലേ ഗെയിമൊന്നുമില്ലാതെ നുണയും പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ച് നിൽക്കുന്നവൻ. ഗബ്രി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും എന്നാണ് ഇന്നും വിശ്വസിച്ചിരിക്കുന്നത്. ഇപ്പോഴേകദേശം പിടികിട്ടി തുടങ്ങി. കാരണം ഇനി ഗബ്രി വരാനൊന്നും പോകുന്നില്ല. അതായത് ജിൻ്റപ്പൻ തന്നെയാണ് രാജാവ് എന്ന് കുറച്ച് അമ്മമാരൊക്കെ വന്നപ്പോഴേ ഏകദേശം ഒരു ക്ലൂ കിട്ടി. അതായത് എല്ലാവരും വന്നപാട് അന്വേഷിക്കുന്നത് ജിൻ്റപ്പനെയാണ്. എല്ലാവർക്കും വേണ്ടത് ജിൻ്റപ്പനെയാണ്. ജിൻ്റപ്പ എന്നുള്ള വിളിയിൽ ഈ 4 ഫാമിലി ഇന്ന് വരെ കയറി ഇവരൊക്കെ വിളിച്ചത് ജിൻ്റപ്പ എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ജിൻ്റപ്പന് പുറത്തുള്ള സ്വാധീനം. അപ്പോൾ നമ്മുടെ മഹാരാജാവ് എന്ന് പറഞ്ഞാൽ ജിൻ്റപ്പൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അയാളെ ഇനി താഴ്ത്തണമെങ്കിൽ ഇനി അത്രയും വലിയൊരു സുനാമി വരണം. അയാളിനെ തകർക്കണമെങ്കിൽ. അല്ലാതെ ഒരാൾക്ക് പോലും ഇപ്പോൾ ചില ആൾക്കാർ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജിൻ്റപ്പൻ പുറകിലോട്ട്, എവിടെ നിന്ന് പുറകിലോട്ട്, ജിൻ്റപ്പൻ എവിടുന്നാ പുറകിലോട്ട്? ജിൻ്റപ്പൻ ജനമനസ്സുകളിൽ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരെയും അതിൻ്റെ ഇടയിൽ തിരികെ കയറ്റാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്. അതുപോലെ തന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് ജാസ്മിനും ജിൻ്റപ്പനും ഒന്നു ചേർന്നൊന്നും ഒരു തേങ്ങയില്ല. നിങ്ങൾ അതൊന്നും കേട്ട് വിശ്വസിക്കരുത്. ഇതിറ്റങ്ങൾ അടവാന്നത് ഈ ജാസ്മിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓമാർ ഇതല്ല ഇതിനപ്പുറത്തും പറയും. ഒരാളെപ്പോലും നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങൾ ഒരേ ഒരു ലക്ഷ്യം മാത്രം, ജിൻ്റപ്പന് കപ്പ് നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം. അല്ലാതെ വേറെ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യൊന്നും വേണ്ട അവിടുന്ന്. അല്ല, ചില ആൾക്കാരൊക്കെ ചോദിക്കും ഇയാളെന്തിനാണ് ജിൻ്റപ്പനെ മാത്രം, ജിൻ്റപ്പനല്ലേ അവിടെ നല്ല കളി കളിക്കുന്നുള്ളൂ, അവിടെ വേറെ ആരാണ് കളിക്കുന്നത്? കളിക്കുന്ന ഒരാളെ പറഞ്ഞു തരും. അവിടെ ജെനുവിനായിട്ട് നിന്നിട്ട് അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന, ഒറ്റയ്ക്ക് പോരാടി വരുന്ന ഏതെങ്കിലും ഒരാളെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ അയാളെ പിന്താങ്ങാം. പക്ഷെ ഒരാൾ പോലും ഇല്ലല്ലോ. നമ്മൾ ഒരുപാട് നാൾ എന്ന് പറയുന്നത് ഈ ആദ്യ ഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ ഈ അർജൻ്റെ പുറകെ നടന്നെയാണ്. അതുപോലെ കുറേ നാൾ ശ്രീരേഖയുടെ പുറകെ നടന്നു, കുറേ നാൾ അപ്സരേൻ്റെ പുറകെ നടന്നു. ക്യാപ്റ്റനെല്ലായിട്ട് ഭയങ്കര ഇതായിട്ടൊക്കെ വന്നിട്ട് അപ്സരേൻ്റെ പുറകെ നടന്നു, സിജോൻ്റെ പുറകെ നടന്നു. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോഴും പുറകോട്ട് നടക്കുകയെന്ന്. ജിൻ്റപ്പനാണെങ്കിൽ ഓരോ ദിവസം മുന്നോട്ടാണ്. അതുകൊണ്ടല്ലേ പറയുന്നത് ബിഗ് ബോസിൽ ഒരേ ഒരു രാജാവ് ജിൻ്റപ്പൻ മാത്രം. നന്ദി, നമസ്കാരം.